മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 22 കോടി രൂപ സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹൈക്കോടതിയിലാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്? കാരണം ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്ന് അർത്ഥം വരുന്ന നിരവധി തെളിവുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ നടന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ലക്ഷ്മി, മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിലാണ് പോലീസ് നിലവിൽ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള വസ്തുതാപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. നിർമ്മാതാക്കൾ നടത്തിയിട്ടുള്ളത് മുൻ ധാരണ പ്രകാരമുള്ള ഒരു ചതി തന്നെയാണ്, വഞ്ചന തന്നെയാണ്. അതുകൊണ്ട് തന്നെ വഞ്ചനാ കേസ് നിലനിൽക്കുമെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്നാണ് ഈ പരാതിക്കാരനായിട്ടുള്ള അരൂർ സ്വദേശിയെ നിർമ്മാതാക്കൾ വിശ്വസിപ്പിച്ചത്. 22 കോടി രൂപ സിനിമയ്ക്കായിട്ട് ചിലവായി എന്ന നിർമ്മാതാക്കൾ ഈ പരാതിക്കാരനെ വിശ്വസിപ്പിച്ചിരുന്നു. ആ വാദം കള്ളമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആകെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് ചെലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് 18.65 കോടി രൂപ മാത്രമാണ്. ആ സമയത്താണ് 22 കോടി രൂപ ചെലവായി എന്ന് പരാതിക്കാരനോട് ഈ നിർമ്മാതാക്കൾ കള്ളം പറയുന്നത്. ഈ വാങ്ങിയ പണത്തിന്റെ, അതായത് അരൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പറവ ഫിലിംസ് കമ്പനി പരാതിക്കാരന് തിരികെ നൽകിയിട്ടില്ല. ഇത് ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി എന്നതിന്റെ തെളിവാണെന്ന് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പോലീസിന്റെ റിപ്പോർട്ട് അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. നേരത്തെ ഇടക്കാല ഉത്തരവെന്നുള്ള രീതിയിൽ ഹൈക്കോടതി വിലക്കിയിരുന്നു. എന്തായാലും നേരത്തെ അരൂർ സ്വദേശി നൽകിയ പരാതിയിലായിരുന്നു കീഴ്ക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. തുടർന്നാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടത്. എന്തായാലും ചതിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അരൂർ സ്വദേശിയിൽ നിന്നും പണം പറവ ഫിലിംസ് കമ്പനി വാങ്ങിയതെന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വാങ്ങിയ പണത്തിന്റെ ഒരംശം പോലും പരാതിക്കാരന് നൽകിയിട്ടുമില്ലെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതി പരിഗണിക്കും. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.